ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ മക്കളൊക്കെ പോയതിൻ്റെ ശേഷം ലഞ്ച് ടൈം മുതലാണ് കേട്ടോ തുടങ്ങുന്നത്. ഇന്ന് കുറേ സമയം വൈകിയതിന് ശേഷമാണ് ഞാൻ എല്ലാ പണികൾക്കും നിന്നത്. ഇന്നൊരു മടിയുള്ള ദിവസമാണ് കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചില ദിവസം നമുക്കൊരു മടിയുള്ള ദിവസം ഉണ്ടാവുമല്ലോ. എന്നും ഒരേപോലെ ആയിരിക്കില്ല. ചില ദിവസം ഞാൻ നേരത്തെ പണികളൊക്കെ തീർക്കും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എന്തോ ഒരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. എന്താ പറയുക, കുറച്ച് ദിവസമായിരുന്നു കേട്ടോ ജലദോഷമൊക്കെ പിടിച്ചിട്ട് പനിയൊക്കെ ഉണ്ടായിട്ട്. പക്ഷേ പനി പെട്ടെന്ന് മാറി. അതിൻ്റെ കൂടെ വന്ന ചുമ ഇപ്പോഴും മാറിയിട്ടില്ല. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ശരീരത്തിനൊക്കെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, നമുക്ക് വീട്ടിലെ പണികളൊന്നും എടുക്കാനൊരു ഉഷാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് പൊതുവേ ഒരു മടിയുള്ള ദിവസം കൂടാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ഷീണമൊക്കെ ഉള്ള ദിവസം ഞാൻ ചെയ്യാറ് ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പോൾ മക്കളൊക്കെ പോയതിൻ്റെ ശേഷം ഞാനിതാ ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് കിടന്നതിൻ്റെ ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പണികൾക്കൊക്കെ നിന്നത്. അല്ലാതെ നമ്മൾ ആ ക്ഷീണത്തിൻ്റെ ഇടയിൽ വീണ്ടും ജോലികളൊക്കെ ചെയ്താൽ നമ്മൾ വീണ്ടും നന്നായിട്ട് ക്ഷീണിക്കുകയാണ് കേട്ടോ ചെയ്യുക. നമ്മൾ എന്നും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. എന്നും ഇങ്ങനെ എല്ലാ ദിവസവും ഒരേപോലെ ഇങ്ങനെ ജോലികൾ ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ മടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒക്കെ ആകുമ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുക. മക്കളൊക്കെ പോയതിൻ്റെ ശേഷം കുറച്ച് സമയമായിട്ട് കിടക്കും. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എണീറ്റിട്ട് പണികളൊക്കെ ചെയ്യുക. അപ്പോൾ അതാ ഞാൻ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം എണീറ്റിട്ട് ആദ്യം വിചാരിച്ചു ക്ലീനിങ് അങ്ങോട്ട് തീർക്കട്ടെ എന്ന്. എന്നിട്ട് ഇതാ അടിച്ചു വാരി ഇനിയിപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ക്ലീനിങ് അങ്ങോട്ട് തീർത്താൽ പിന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നിന്നാൽ മതിയല്ലോ. ഇപ്പോൾ ഏകദേശം ടൈം 11 മണി ആയിട്ടുണ്ടേ. അതിന് ശേഷമാണ് ഞാൻ എണീറ്റത്. കാരണം മക്കളൊക്കെ പോയിട്ട് ആദ്യം ചായക്കൂടി കണ്ട് കഴിച്ചു. എന്നിട്ടാണ് കേട്ടോ ഞാൻ കിടന്നത്. അനീഫ്ക്കായും പോയിട്ടുണ്ടായിരുന്നു മക്കളെ കൂടെ. അപ്പോൾ പിന്നെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ 2 ഭാഗത്തും വാതിലാണ്ട് അടച്ചിട്ട് ഞാനങ്ങോട്ട് കിടന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതാ എണീറ്റിട്ട് അടിച്ചു വാരി ഇനിയിപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ അടുക്കളയിൽ വീഡിയോ എടുക്കുമ്പം ലൈറ്റ് ഇല്ല കേട്ടോ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 2 ദിവസം മുമ്പ് നമ്മുടെ അടുക്കളയിലും ഡൈനിങ് ഹാളിലും ഈ ഭാഗത്തേക്കുള്ള കറണ്ടിന് എന്തോ കംപ്ലയിൻറ്റ് പറ്റിയിട്ട് ഇപ്പോൾ അടുക്കളയിൽ ലൈറ്റ് ഇല്ല കേട്ടോ. എന്നിട്ട് അനീഫ്ക്ക എനിക്ക് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കണക്ഷൻ എടുത്ത് തന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ അടുപ്പിൻ്റെ ഫ്ലഗ് കുത്തുമ്പോൾ പിന്നെ ആ ലൈറ്റിൻ്റെ ഫ്ലഗ് കുത്താൻ കഴിയില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ലൈറ്റ് ഇടാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഞാൻ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞാലേട്ടോ എനിക്കിവിടെ ലൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു ക്ലിയർ കുറവുണ്ട് കണ്ടോ, ഒരു ഇരുട്ടാണ് അടുക്കളയിൽ. അപ്പോൾ ചോറാകുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം തുടക്കലും തീർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറിയൊക്കെ ഞാൻ വർക്ക് ഏരിയ എന്നല്ല ആക്കുക. അപ്പോൾ ഇനിയിപ്പോൾ വർക്ക് ഏരിയ മാത്രമേ ക്ലീനിങ്ങിനായിട്ടുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ടൈമൊന്നും വൈകൂല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാൻ കഴിയും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തൊക്കെ ചെയ്താൽ. ഞാൻ അങ്ങനെയായിട്ട് ചെയ്യുക. നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. നമ്മൾ കുറച്ച് സമയമൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് വിചാരിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ പണികളൊക്കെ അവിടെ നിന്നല്ലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറേ സമയം വൈകുമല്ലോ ഇനി നമ്മളെ പണികളൊക്കെ തീരാൻ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് വേഗം ക്ലീനിങ്ങൊക്കെ തീർത്തു. അതിൻ്റെ ഇടയിൽ അടുപ്പത്ത് ചോറാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മീൻ മുളകിടുകയും ചെയ്യാം, മീൻ പൊരിക്കുകയും ചെയ്യാമെന്നാണ് കേട്ടോ. അങ്ങനെ അടുക്കള വരെ തുടച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വർക്ക് ഏരിയ ഒന്ന് ക്ലീൻ ആക്കാനേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ മീൻ കറി ഒന്ന് വെക്കുന്നുണ്ട്. ഇന്ന് ഞാൻ മീൻ മുളകിടാണ് കേട്ടോ ചെയ്യണത്. മുഴുവനായിട്ട് റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. മീൻ മുളകിടുമ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് അത്യാവശ്യം വലിയ 3 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അതിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 തക്കാളിയൊക്കെ എടുക്കുന്നതെങ്കിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പുളി ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് അത്യാവശ്യം വലിയ 3 തക്കാളി എടുത്തത്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും കൂടെ പച്ചമണം മാറിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതിൽ ഒരുപാട് മസാലപ്പൊടികളൊന്നും വേണ്ട. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് തിക്കായിട്ടുള്ള കറിയല്ല, എന്നാലും ഒരുപാട് ലൂസാവും വേണ്ട. അപ്പോൾ ഞാനിതിലേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം തന്നെ ഒഴിക്കണമെന്നില്ല കേട്ടോ, ചുടുവെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ പച്ചവെള്ളം ഒഴിക്കരുതേ. അങ്ങനെ ഞാനിതാ ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമ്മൾ മീനിട്ട് കൊടുത്താൽ മതിയേ. ഞാൻ മാന്തളും അയലും കൂടിയാണ് കേട്ടോ കറി വെക്കണത്, പൊരിക്കണതൊക്കെ. കാരണം ഇവിടെ ചിലർക്ക് മാന്തളേ പറ്റുള്ളൂ, ചിലർക്ക് അയിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ രണ്ടും കൂടെ വെക്കണത്. ഫിദുവിന് അയില വേണം, നിധുവിന് അയില പറ്റൂല, മാന്തൾ വേണം. അതുകൊണ്ടാണ് കേട്ടോ രണ്ടും കൂടെ ചെയ്യണത്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച്
ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മീനും അവിടെ ഫ്രൈ ആകുന്നുണ്ട്. ഞാൻ മീൻ മസാല പുരട്ടിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ടിട്ടായിരുന്നു മീൻ മസാല പുരട്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഞാൻ വർക്ക് ഏരിയയും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ വൈകി പണി തുടങ്ങിയിട്ടും ഇപ്പോൾ 1:30 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കുറച്ച് വൈകിയാലും പെട്ടെന്ന് തന്നെ പിന്നെ പണികൾ തീർക്കാൻ പറ്റും. അങ്ങനെ ഇനിയിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിട്ട് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. കുറച്ചായിട്ടുണ്ടായിരുന്നു ബീച്ചിലൊക്കെ പോയിട്ട് മക്കളെയും കൊണ്ട്. അപ്പോൾ ഒന്ന് അനീഫ്ക്കായും നേരത്തെ വന്നു, പിന്നെ മക്കളും സ്കൂളിട്ടൊക്കെ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ പോവുകയാണ്. ഏകദേശം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറ്റിക്കാട്ടൂരിൽ നിന്ന് നിധുവിനെയും കയറ്റി, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഫിദുവിനെയും കയറ്റിട്ടോ. അവർ രണ്ടാളും ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ നിന്നതായിരുന്നു. കാരണം അവർ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് ഏകദേശം മഗ്‌രിബാവും. അപ്പോൾ പിന്നെ അവർ വന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പറയുമ്പോൾ വീണ്ടും സമയം വൈകുമെന്ന് വിചാരിച്ചിട്ട് അവർ ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ നിന്നതായിരുന്നു. അങ്ങനെ ഏകദേശം 6 മണിയായപ്പോഴേക്ക് ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ ബീച്ചിൽ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറേ സമയമെടുത്തു, കാരണം ഫുള്ള് തിരക്കായിരുന്നു. ബീച്ചിൽ ഏത് ദിവസം വന്നാലും നല്ല തിരക്കായിരിക്കും. അതിന് ഒഴിവ് ദിവസമൊന്നുമില്ല. നമ്മൾ എപ്പോൾ വന്നാലും നല്ല തിരക്കായിരിക്കും. വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബീച്ചിലെത്തിയപാട് ആദ്യം ഞങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചു. കാരണം ഇവിടെ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങിയത്. ഇവിടെ വന്നതിന് ശേഷം ആദ്യം ഒന്ന് ചായ കുടിച്ചു. കാരണം ഫിദുൻ ഇതൊക്കെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വരില്ലേ. അപ്പം പിന്നെ എല്ലാവരും കാടമുട്ടയും ഗ്രീൻ പീസും അതുപോലെ പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചു. അപ്പോൾ അച്ചുവിന് പിന്നെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ ചോക്ലേറ്റ് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയതൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുകയാണ്. ബീച്ചിലെത്തിയാൽ പിന്നെ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ. ഗ്രീൻ പീസ് കഴിക്കുന്നുണ്ട്. കാടമുട്ട നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്താൽ ആർക്കും വേണ്ടി വരില്ല, പക്ഷേ ബീച്ചിലെത്തിയാൽ അത് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നിർബന്ധമാണ് ഇവിടെ വന്നാൽ ഫിദുവിനും അതുപോലെ തന്നെ ഷിനുവിനൊക്കെ. ഇത് എത്ര വേണ്ടാന്ന് പറഞ്ഞാലും വാങ്ങിച്ചിട്ട് കഴിക്കും കേട്ടോ. എല്ലാവർക്കും ജലദോഷം ഉണ്ട്, എന്നാലും പറഞ്ഞാൽ കേൾക്കില്ല, അതെന്തായാലും വാങ്ങിച്ചിട്ട് കഴിക്കും. അങ്ങനെ പിന്നെ കുറേ സമയം ഏകദേശം 9 മണി വരെ ബീച്ചിലൊക്കെ നിന്നിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സംസം റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ബീച്ചിൽ വന്നാൽ അധികം ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുക. കാരണം പലർക്കും പലതാണ് വേണ്ടത്. അപ്പം പിന്നെ ഇവിടെ ആയാൽ എല്ലാം ഇവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട്, കാരണം ചിലർക്ക് ബ്രോസ്റ്റ് വേണം, അൽഫാം വേണം. അപ്പോൾ പിന്നെ ഇവിടെ ആയാൽ എല്ലാം ഇവിടെ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഇവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ പിന്നെ ഷിനുവിന് നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് നൂഡിൽസ് വാങ്ങിച്ചു. അങ്ങനെ ഇനി ഇപ്പോൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കഴിക്കട്ടെ. ഏകദേശം 10 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം. പിന്നെ ഷിനുവിന് നാളെ മദ്രസയേ ഉള്ളൂ, സ്കൂളില്ല. പക്ഷേ അച്ചുവിന് നാളെ സ്കൂളുണ്ട് കേട്ടോ. അവൾക്ക് ഡാൻസ് പ്രാക്ടീസ് ആയതുകൊണ്ട് നാളെ സ്കൂളുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവൾ നാളെ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.